വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ചിക്കൻ സാലഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഡിന്നർ മെനു ആണ് കാണിക്കുന്നത്. ഞാൻ ഒരുപാട് സാലഡിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് നോക്കണേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ 2 നേരം ഒക്കെ അരി ആഹാരം കഴിക്കുന്നതിനേക്കാളും അത് ഒരു നേരം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കഴിയുന്നതും നമ്മൾ രാത്രി ചോറ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനും അതാണ് നല്ലത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. രാത്രി എപ്പോഴും ഒരു സാലഡ് അല്ലെങ്കിൽ ഒരു സൂപ്പ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു മെനു ആയിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇനി വിചാരിക്കുന്നു കുറച്ച് സാലഡിൻ്റെ റെസിപ്പീസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ ഇടാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ വാച്ച് ചെയ്യാം. ചിക്കൻ സാലഡിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ തൈ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒക്കെ എടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മീനൊക്കെ വരിയുന്ന പോലെ ഞാൻ അതിലേക്ക് 2 ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ അകത്ത് അതിൻ്റെ ഇടുന്ന സീസണിങ് ഒക്കെ ഒന്ന് കയറാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തൈ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതായാലും മതി. ലെഗിൻ്റെ പാർട്ട് എടുക്കാം, ഏതായാലും എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ സീസണിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പെപ്പർ ഗാർലിക് സീസണിങ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ പേസ്റ്റോ പൗഡറോ എന്ത് വേണമെങ്കിലും ഇടാം. അത് എനിക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റും ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം എടുക്കുന്നത് ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതും ഒരു പെപ്രിക്കയുടെ ഒരു സീസണിങ് ആണ്. അപ്പോൾ ഈ സീസണിങ്ങിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് പ്രത്യേകം പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് പെപ്രിക്ക പൗഡറാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാശ്മീരി പൗഡർ ഇടാം. പിന്നെ അനിയൻ്റെ പൗഡർ ഇടാം. പിന്നെ ഇത് ഗാർലിക് പേസ്റ്റാണ്, അതിടാം. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇത് ഇച്ചിരി എരി കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. കാരണം സാലഡിന് എപ്പോഴും കുറച്ച് എരി കുറവാണ് നല്ലത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇതിലിട്ടിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇട്ട് പെരവണം കേട്ടോ. ഇത് കണക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അതിൽ കുറവുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കുരുമുളക് പൊടിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഡിന്നറിലേക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, നേരത്തെ ചെയ്യുകയാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ വെളിയിൽ തന്നെ വെക്കാം. പക്ഷേ 1 മണിക്കൂറിന് ശേഷം എടുക്കാവുള്ളൂ. അതൊക്കെ ഇരുന്നൊന്ന് പിടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അവനിൽ വെച്ചാണ് എടുക്കുന്നത്. ഒരു 400 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ട് 1 ഹവറാണ് വെച്ചത്. അപ്പം നിങ്ങൾക്ക് അവനില്ലാത്തവരാണെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന സാലഡിന് വേണ്ടി ഞാൻ വാങ്ങിച്ചത് ഒരു സ്പ്രിംഗ് മിക്സ് എന്ന് പറഞ്ഞ ലീവ്സുകളാണ്. ഇതെല്ലാം കൂടെ ഉള്ള മിക്സാണ്. ലെറ്റസും പിന്നെ ബേബി സ്പിന്നിച്ചും എല്ലാം അങ്ങനെയുള്ള എല്ലാ ലീവ്സും കൂടെ മിക്സായിട്ടുള്ളതാണ്. സാധാരണ ഞാൻ ലെറ്റസൊക്കെ വാങ്ങിച്ച് ഇവിടെ അരിഞ്ഞാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇത് വാങ്ങിച്ചു. ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. അവർ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും, പക്ഷേ എന്നാലും നമുക്കറിയില്ല അവർ അതിൽ എന്തെല്ലാം മരുന്നുകൾ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചാൽ മതി. ആ വെള്ളം എല്ലാം അങ്ങ് പോകും. അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് ആ വെള്ളം അങ്ങ് ഒപ്പിയെടുക്കാം. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ലെറ്റസും ക്യാരറ്റ് ക്യുക്കമ്പർ ഇതൊക്കെ ഉണ്ടെങ്കിലും മതി കേട്ടോ. ഏതാണ് നമുക്ക് കയ്യിലുള്ളത് അവൈലബിളായിട്ടുള്ളത് ആ സാലഡുകൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും രാത്രി ഒരു സാലഡ് ആക്കിയാൽ നല്ലതാണ്, ഹെൽത്തിയുമാണ്, നമ്മളെ വയറും നിറയും കേട്ടോ. ഇപ്പോൾ ഇവിടെ എൻ്റെ സാലഡ് ഞാൻ വാഷ് ചെയ്തെല്ലാം വെച്ചത് റെഡിയായി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ചീസ് ആൻഡ് ഗാർലിക്കിൻ്റെ ക്രൂട്ടോൺ ആണ് എടുത്തിരിക്കുന്നത്. ക്രൂട്ടോൺസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ റസ്ക് പോലെ ഇരിക്കും, ചെറിയ ബ്രെഡിൻ്റെ പീസസാണ്. അതിപ്പോൾ ഇപ്പം നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേണം എടുക്കേണ്ടത്. അപ്പോൾ ക്രൂട്ടോൺസും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. പിള്ളേർക്കുമൊക്കെ കഴിക്കാൻ ഒരിഷ്ടം വരും കേട്ടോ, കുട്ടികൾക്കുമൊക്കെ. അത് കൂടെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഏത് ഡ്രസ്സിങ്ങാണ് നമുക്ക് ഉള്ളത് അതിടാം. ഇപ്പോൾ ഇന്ന ഡ്രസ്സിങ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരുപാട് ഹോം മെയ്ഡ് ഡ്രസ്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ ടൊമാറ്റോസാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രൂട്ടോൺസും ചെറി ടൊമാറ്റോസും പിന്നെ ഒരു സ്പ്രിംഗ് മിക്സ് സാലഡിൻ്റെ ലീവ്സും ഒക്കെയാണ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഇത് ബാൽസാമിക് എന്ന് പറയുന്ന ഒരു ഡ്രസ്സിങ് ആണ്, ഇറ്റാലിയൻ ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇത് നല്ലതാണ് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അതും എല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ആ സമയം എൻ്റെ ചിക്കനും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒന്ന് റെഡിയാക്കി ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വേണമെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസും കൂടെ ആയിട്ട് നമുക്ക് രാത്രിയത്തെ ഡിന്നർ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. So see you next video. Until then, bye and take care.